ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം ഊഷ്മളവും ശക്തവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർലയനുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാക്കാനും ഇരു നേതാക്കളും തമ്മിൽ ധാരണയായി. വെയിൽസ് ആരോഗ്യ സാമൂഹിക ക്ഷേമ വകുപ്പ് ക്യാബിനറ്റ് സെക്രട്ടറി ജെറമി മൈൽസ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. വരും വർഷത്തിൽ 200 ആരോഗ്യ പ്രവർത്തകരെ കൂടി വെയിൽസിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള സന്നദ്ധത അദ്ദേഹം മുഖ്യമന്ത്രിയെ അറിയിച്ചു. ഒരു വർഷത്തിനുള്ളിൽ 350-ലധികം ആരോഗ്യ പ്രവർത്തകരാണ് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റിലൂടെ ഇതിനകം വെയിൽസിലെത്തിയത്. കേരള പോലീസിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഓൺലൈനായി നിർവഹിക്കും. പോലീസ് മന്ദിരങ്ങളുടെയും പോലീസ് സേവനങ്ങളെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കുന്നതിനുള്ള പരാതി പരിഹാര സംവിധാനത്തിന്റെയും ഉദ്ഘാടനം നാളെ നടക്കും. 2025-ൽ മുൻ വർഷത്തേക്കാൾ ഉയർന്ന വൈദ്യുതി ഉപഭോഗ സാധ്യത പ്രതീക്ഷിക്കുന്നതായി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കഴിയുന്നത്ര വൈദ്യുതി എത്തിക്കാൻ ശ്രമിക്കുമെന്നും പഞ്ചാബുമായും യുപിയുമായും ധാരണ ആയതായും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം മാർച്ച് 3 വരെ നീട്ടിയതായി മന്ത്രി ജി ആർ അനിൽ. മാർച്ച് 4-ന് മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്ക് അവധിയായിരിക്കും. മാർച്ച് 5 മുതൽ ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് പ്രകൃതി ദുരന്തബാധിത വില്ലേജുകളിലെ വായ്പകൾക്ക് മൊറട്ടോറിയം അനുവദിച്ചു. വിവിധ സർക്കാർ കുടിശ്ശികകളിൽ മേലുള്ള എല്ലാ റവന്യൂ റിക്കവറി നടപടികൾക്കും മൊറട്ടോറിയം അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. 9 വില്ലേജുകളിലെ റവന്യൂ റിക്കവറി കുടിശ്ശികകൾക്കാണ് മൊറട്ടോറിയം ബാധകമാവുക. പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഇന്റഗ്രേറ്റഡ് മോഡേൺ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തലശ്ശേരിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും. കേരളത്തിലെ 9 തീരദേശ ജില്ലകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതും കലാപരമായി ഉന്നത നിലവാരം പുലർത്തുന്നതുമായിരിക്കണം ടെലിവിഷൻ പരിപാടികളെന്ന് മന്ത്രി സജി ചെറിയാൻ. സീരിയലുകളുടെ നിലവാരം ഉയർത്തുന്ന കാര്യത്തിൽ ചാനലുകൾ പ്രത്യേക ശ്രദ്ധയും ഉത്തരവാദിത്വ ബോധവും പുലർത്തേണ്ടിയിരിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതി അവസാനിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. പദ്ധതിയുടെ പേരിൽ പണം പിരിച്ചെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇന്ന് മാസപ്പിറവി കണ്ടതായി വിവരം ലഭിക്കാത്ത സാഹചര്യത്തിൽ റമദാൻ 1 ഞായറാഴ്ച ആയിരിക്കുമെന്ന് കേരള ഹിലാൽ കമ്മിറ്റി അറിയിച്ചു. ഉത്തരാഖണ്ഡിൽ ചമോലി ജില്ലയിൽ ഹിമപാതത്തിൽ കുടുങ്ങിയ 57 തൊഴിലാളികളിൽ 32 പേരെ രക്ഷപ്പെടുത്തി. ഐടിബിപി, എൻഡിആർഎഫ്, എസ്ഡിആർഎഫ്, കരസേനാ സംഘങ്ങൾ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. എന്നാൽ കനത്ത മഞ്ഞുവീഴ്ചയും മോശം കാലാവസ്ഥയും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറപ്പു നൽകി. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ കേരളത്തിനെതിരെ വിദർഭയ്ക്ക് 1-ാം ഇന്നിംഗ്സ് ലീഡ്. വിദർഭയുടെ 1-ാം ഇന്നിംഗ്സ് സ്കോറായ 379 റൺസ് പിന്തുടർന്ന് ഇറങ്ങിയ കേരളത്തിന് 342 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. 3-ാം ദിനം കളി അവസാനിക്കുമ്പോൾ 37 റൺസിന്റെ ലീഡാണ് വിദർഭ നേടിയത്. 98 റൺസെടുത്ത സച്ചിൻ ബേബിയും 79 റൺസെടുത്ത ആദിത്യ സർവ്വതയുമാണ് കേരളത്തിന്റെ സ്കോർ 300 കടത്തിയത്. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടുന്നു. ടോസ് നേടിയ ഡൽഹി മുംബൈയെ ബാറ്റിംഗിന് അയച്ചു. ബംഗളൂരു എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ കഥാകൃത്തുക്കൾക്കും സ്രഷ്ടാക്കൾക്കും മികച്ച അവസരവുമായി വേൾഡ് ഓഡിയോ വിഷ്വൽ ആന്റ് എന്റർടൈൻമെന്റ് ഉച്ചകോടി. വേവ്സ് എക്സ്പ്ലോറർ ചലഞ്ച് എന്ന പരിപാടിയിലൂടെ യൂട്യൂബ് ഷോർട്സ് നിർമ്മിക്കാനും ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പ്രദർശിപ്പിക്കുന്നതിനുമാണ് അവസരം. രാജ്യത്തിന്റെ വൈവിധ്യം, ആധികാരികത, സർഗ്ഗാത്മകത എന്നിവ അവതരിപ്പിക്കുന്ന സ്വന്തമായി പ്രത്യേകം സൃഷ്ടിച്ച ഉള്ളടക്കമാണ് അയക്കേണ്ടത്. കേരളത്തിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1414 പോയിന്റ് നഷ്ടത്തിൽ 73198-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 420 പോയിന്റ് ഇടിഞ്ഞ് 22124-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 7950 രൂപയും പവന് 480 രൂപ കുറഞ്ഞ് 63600 രൂപയുമായി. ചിലിയിലെ സാന്റിയാഗോയിൽ നടക്കുന്ന ചിലി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് സെമിഫൈനലിൽ ഇന്ന് ഇന്ത്യയുടെ ഋത്വിക് ചൌധരി ബൊല്ലിപ്പള്ളിയും കൊളംബിയയുടെ നിക്കോളസ് ബാരിയന്റസും അർജന്റീന ഫ്രാൻസ് സഖ്യത്തെ നേരിടും. രാത്രി 12:40-നാണ് മത്സരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.